നമസ്കാരം. കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി നമ്മുടെ ഇന്ത്യക്കാരുടെ മനസ്സിൽ അസ്വസ്ഥത വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഉലയുന്ന ഇന്ത്യ അമേരിക്ക ബന്ധം. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മൈ ഡിയർ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് എന്നാണ് പലപ്പോഴും തന്റെ അന്താരാഷ്ട്ര ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും അഭിസംബോധന ചെയ്തിരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അത്ര ഊഷ്മളമായ ബന്ധമാണ് ഇറക്കുമതി തീരുവ വർധനവിന്റെ പേരിൽ വളരെ അപ്രതീക്ഷിതമായ അകൽച്ചയിലേക്കും നീരസത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യയിലും യൂറോപ്യൻ യൂണിയനിലും ഉൾപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ അകൽച്ചയെ ലേശം അമ്പരപ്പോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കയിൽ തന്നെ വലിയൊരു വിഭാഗം ജനങ്ങളും രാഷ്ട്രീയക്കാരും സൗഹൃദ രാഷ്ട്രമായ ഇന്ത്യയോടുള്ള ട്രംപിന്റെ ഈ നിലപാടിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മുൻപ് 25% താരിഫാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ അതിപ്പോൾ ഇരട്ടിയായി, അതായത് 50% പൊടുന്നതിനെ ഉയർത്തിയതിലൂടെ അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ ഉൽപ്പന്ന നിർമ്മാതാക്കൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ യഥാസ്ഥിതിയിൽ തുടരുകയാണ്. പ്രത്യേകിച്ചും കർഷകർക്കും ക്ഷീര കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഇന്ത്യൻ വസ്ത്ര വ്യാപാരികൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും സാമ്പത്തിക നഷ്ടവും വളരെ വലുതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുട്ട വ്യാപാര കേന്ദ്രമായ തമിഴ്നാട്ടിലെ നാമക്കലിൽ 20 കോടി രൂപയുടെ മുട്ടയാണ് പൊടുന്നനെയുണ്ടായ 50% തീരുവ വർധനവിനെ തുടർന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കാനാകാതെ സംഭരണ കേന്ദ്രത്തിൽ കെട്ടിക്കിടന്നത്. പ്രതിദിനം 7 കോടിയോളം മുട്ടയാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചു വരുന്നത്. അപ്പൊ അവരുടെ നഷ്ടം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ മേഖലകളിലും വളരെ വലിയ പ്രതിസന്ധി ഉണ്ടായി. അമേരിക്കയിലെ ഇറക്കുമതിക്കാർ ഇന്ത്യൻ സപ്ലയർമാരോട് ഒന്നുകിൽ 50% തീരുവ അവർ തന്നെ വഹിക്കുക, അതായത് ഇന്ത്യയിലുള്ള കയറ്റി അയക്കുന്ന നിർമ്മാതാക്കൾ തന്നെ വഹിക്കുക, അല്ലെങ്കിൽ ഉൽപ്പാദനം ഇന്ത്യക്ക് പുറത്തേക്ക് മാറ്റുക എന്ന ഒരു ഉപാധിയും മുന്നോട്ട് വച്ചിരുന്നു. അതായത് ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ എത്തുമ്പോഴാണ് ഈ 50% തീരുവ പ്രശ്നം വരുന്നത്. കയറ്റി അയക്കുന്ന സാധനങ്ങളുടെ നിർമ്മാണ കേന്ദ്രം അല്ലെങ്കിൽ സംഭരണ കേന്ദ്രം ഇന്ത്യക്ക് പുറത്തുള്ള മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് നിന്നായാൽ ഈ 50% തീരുവ അത്തരം ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇറക്കുമതിക്കാർ നൽകേണ്ടതില്ല എന്നർത്ഥം. നിലവിൽ ചൈനയ്ക്ക് 30%, വിയറ്റ്നാം, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് 20% മാത്രമാണ് ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ തീരുവയായി നൽകേണ്ടി വരുന്നത്. 50% തീരുവയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യയിലെ വ്യവസായികൾക്ക് ഉൽപാദന കേന്ദ്രം ഇന്ത്യക്ക് പുറത്തേക്ക് മാറ്റുക എന്ന ഒരു പോംവഴി നിലവിലുണ്ടെങ്കിലും അതത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. സാധാരണ കർഷകർക്കും കച്ചവടക്കാർക്കും അത് എളുപ്പത്തിൽ കഴിയുന്നതല്ല. അതിന് നിരവധി സാമ്പത്തിക സാങ്കേതിക ബാധ്യതകളും ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ സാങ്കേതിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാൻ കഴിവുള്ള പല ഇന്ത്യൻ വസ്ത്ര നിർമ്മാതാക്കളും വ്യവസായികളും തീരുവ കുറവുള്ള രാജ്യങ്ങളിലേക്ക് ചുവടുമാറ്റുന്ന കാര്യം കാര്യമായി ആലോചിക്കുന്നു. ഉദാഹരണത്തിന്, ഇന്ത്യയിലെ പേൾ ആൻഡ് ഗ്ലോബൽ എന്ന കമ്പനി ഇന്ത്യയിലെ 17 നിർമ്മാണശാലകൾ തീരുവ കുറവുള്ള ബംഗ്ലാദേശ്, വിയറ്റ്നാം, ഗോട്ടിമാല എന്നിവിടങ്ങളിലേക്ക് മാറ്റാൻ തിരക്കിട്ടാലോചിക്കുന്നു. 4000 കോടി വിറ്റുവരവുള്ള ഈ കമ്പനിയുടെ വരുമാനത്തിന്റെ പകുതിയും US-ലാണ്. ഇന്ത്യയിൽ മാത്രം കമ്പനിയുടെ 32,000 തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. അതുപോലെ ആഭരണ വാച്ച് നിർമ്മാതാക്കളായ ടൈറ്റൻ, വളരെ പ്രശസ്തമായ കമ്പനി, അമേരിക്കയിലുള്ള കയറ്റുമതിക്കായി ഗൾഫിൽ നിർമ്മാണം തുടങ്ങുന്ന കാര്യം പരിഗണിച്ചു വരികയുമാണ്. നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ US-ലേക്ക് $11.1 കോടി കയറ്റുമതി നടത്തിയ ഇന്ത്യയിലെ അർച്ചക്കോ എക്സ്പോർട്ടേഴ്സ് ഉൽപാദനത്തിന്റെ നല്ലൊരു ഭാഗം നേപ്പാളിലേക്ക് മാറ്റാൻ പോകുന്നു. ഇങ്ങനെ പല വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ നിർമ്മാതാക്കൾ നിലവിലെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സർവസജ്ജമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് വളരെ ആശാവഹമാണ്. ഈ വിഷയത്തിൽ അമേരിക്കയോട് ഒരു വാക്പോരിനും മുതിരാതെ, യാതൊരു വിധത്തിലുള്ള പ്രതിഷേധത്തിനും മുതിരാതെ നിശബ്ദ പോരാട്ടത്തിലാണ് മോദി സർക്കാർ. 2009 രൂപീകരിച്ച ബ്രിക്സ് ഐക്യശക്തിയിലൂടെ അമേരിക്കയുടെ പ്രമാണിത്വം എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിനാണ് നിലവിൽ ഇന്ത്യയുടെ നീക്കം. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ 5 രാഷ്ട്രശക്തികൾ കൈകോർക്കുന്നതാണ് ബ്രിക്സ്.
ലോകരാജ്യങ്ങളുടെ ആകെ വിസ്തൃതിയുടെ 1/4 ലോക ജനസംഖ്യയുടെ 40% കൈമുതലായുള്ള രാജ്യങ്ങളാണ് ബ്രിക്സ് സഖ്യത്തിൽ ഉൾപ്പെടുന്ന ഈ 5 രാജ്യങ്ങൾ. ചെറുതും വലുതുമായ മറ്റ് രാജ്യങ്ങളും ബ്രിക്സിൽ പുതിയ അംഗങ്ങളായി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രിക്സിന് ലോക സാമ്പത്തിക ക്രമത്തിൽ വലിയ ഇടപെടൽ നടത്താനാകും എന്നത് വ്യക്തമാണ്. ലോക സമാധാനം, സുരക്ഷാ വികസനം, ഭീകരതയ്ക്കെതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടം എന്നിവയ്ക്കായി ബ്രിക്സ് കൈകോർക്കുന്നതോടെ ലോക ഭൂപടത്തിൽ അമേരിക്ക അപ്രസക്തമാകും എന്നത് വ്യക്തം.